ഈ ഒരു മാസം 2025 ജൂലൈയിൽ മാത്രം എത്ര മലയാളി ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇന്നലെ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു ന്യൂസും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള സർജറിയുടെ പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടറുടെ ഇതേപോലെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ജനുവരിയിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നെഫ്രോളജിസ്റ്റ് ഡോക്ടറുടെ ഇതുപോലത്തെ ന്യൂസ്. ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് 4 മലയാളി ഡോക്ടർമാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിൽ 18 ഡോക്ടർമാരാണ് 2025 ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ടാവും. ഫാമിലി ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ടോക്സിസിറ്റിയാണ്. പ്രധാനമായിട്ടും സീനിയർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സിൻ്റെ അടുത്ത് നിന്നായിരിക്കാം. പല ഡോക്ടർമാർക്കും ഇത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, അതായത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അവർ സൂയിസൈഡ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് പലരും ഇത്തരം ടോക്സിക് അറ്റ്മോസ്ഫിയർ തരണം ചെയ്ത് ജീവിതത്തിൽ സക്സസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യാൻ പഠിക്കുക. ഡോക്ടേഴ്സിന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പലപ്പോഴും കുറവായിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക, അവരുമായിട്ട് നിരന്തരം ഇടപഴകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക. ഒരു കംഫർട്ട് സോണിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക.